ഇതെന്നല്ല ഓരോ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് എത്ര നന്മ ചെയ്യാൻ പറ്റി, എത്ര ദിക്ർ ചൊല്ലി, എത്ര നമസ്കരിച്ചു. ഒരു തിരിഞ്ഞു നോട്ടം എപ്പോഴും അനിവാര്യമാണ്. 99 പേരെ കൊന്നതാകുന്ന ഇസ്രായേലി ജനതയിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി, കൊന്നില്ലേ? തിരിഞ്ഞു നോക്കിയതുകൊണ്ടാണ് അദ്ദേഹം പണ്ഡിതനോട് ചോദിക്കാൻ ചെന്നത്. എനിക്കൊന്ന് നന്നാവണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നൽ വന്നു. അദ്ദേഹം പോയിട്ട് ചോദിച്ചു, പണ്ഡിതനോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നു, നമുക്ക് തൗബ ഉണ്ടോ? അയാൾ പറഞ്ഞു 99 പേരെ. എനിക്ക് തൗബയില്ല. പണ്ഡിതന്റെ തന്നെ കൂടി വെട്ടിയെടുത്തു. ഇപ്പൊ 100 ആയില്ല, സെഞ്ചുറി ആയി. സച്ചിനെ പോലെയല്ല, 99 ഔട്ടായില്ല. 100 പേരെ കൊന്ന് വീണ്ടും അവൻ അടുത്ത പണ്ഡിതനെ സമീപിച്ച് ചോദിച്ചു, എങ്ങനെയാണ് നമ്മുടെ കാര്യം, എങ്ങനെയാണ്? നിനക്ക് തൗബയുണ്ട്, തൗബയുണ്ട്. അങ്ങനെയല്ല, തൗബയുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അയാൾക്ക് സന്തോഷം വന്നു. അയാൾ അവിടെ നിന്ന് പോയി. അയാൾ പോകുന്ന വഴിക്ക് അയാൾ മരണപ്പെട്ടു. തൗബയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ അയാൾ മരണപ്പെട്ടു. ഇതൊക്കെ നടന്ന സംഭവം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ചരിത്രമാണ്. ഏത് തെറ്റ് ചെയ്തവനും ഒന്ന് തിരിഞ്ഞു നോക്കും. അതാണ്, ഏത് തെറ്റ് ചെയ്തവനും ഒന്ന് തിരിഞ്ഞു നോക്കണം. അപ്പോഴാണ് മോമിനാവുക, ഈമാൻ പുൽകാൻ സാധിക്കുക. 100 പേരെ തികച്ചിട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹം തൗബയുണ്ടെന്ന് കേട്ടുകൊണ്ട് അദ്ദേഹം തൗബ ചെയ്ത് മുന്നോട്ട് പോവാൻ. മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിക്കാൻ നന്മയുടെ മലക്കുകളും വരുന്നു, തിന്മയുടെ മലക്കുകളും വരുന്നു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ, സിജ്ജീനിലേക്ക് കൊണ്ടുപോകുന്നു, അഥവാ നരകാശികളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് സിജ്ജീൻ. സ്വർഗാവകാശികളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഇല്ലീയൻ. എവിടെ കൊണ്ടുപോകും? കൊണ്ടുവരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം അങ്ങോട്ട് പോയ ദൂരം ഒന്ന് അളക്കാൻ പറഞ്ഞു. അളന്നു നോക്കുമ്പോൾ ഒരു അടി അല്പം കൂടുതൽ, ഒരു ചാൺ കൂടുതലാണ് തൗബയുടെ ഭാഗത്തേക്കുള്ളത്. അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് മലക്കുകളോട് പറഞ്ഞു, സ്വർഗത്തിന്റെ മലക്കുകളെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകും. ഇതൊക്കെ നടന്ന സംഭവമല്ലേ സഹോദരങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ചരിത്രമല്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലയോ, അഥവാ നീ എത്ര പേരെ കൊന്നാലും, എത്ര കള്ളു കുടിച്ചാലും, എത്ര വ്യഭിചരിച്ചാലും, എത്ര പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചാലും, പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരുമേ, പുറത്തു തരുമേ. അതുകൊണ്ടല്ലേ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. ഇസ്തിഗ്ഫാർ ചൊല്ലണേ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണേ. നമ്മൾ കരുതും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ദിക്റാണെന്ന്. ഒരിക്കലുമല്ല മുസ്ലിമേ, മുസ്ലിമേ. നമുക്കറിയാവുന്ന ദിക്റുകൾ തന്നെ ശ്രേഷ്ഠമായ ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതുകൊണ്ടല്ലേ ഏത് ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസുകൾ ഒരുമിച്ച് കൂട്ടിയാലും അവിടെ 10 പ്രാവശ്യമെങ്കിലും അലമീങ്ങൾ ചൊല്ലിത്തരും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മുഅ്മിനായ മനുഷ്യനവന്റെ നമസ്കാരം അവസാനിപ്പിച്ചാൽ, നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ 3 പ്രാവശ്യം അവന് പറയും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കാരണം നമസ്കാരത്തിലുള്ള പോരായ്മകളുടെ പരിഹരിക്കപ്പെടുകയാണ്. നിന്റെ നമസ്കാരം ആകാശ ലോകത്തേക്ക് മലക്കുകൾ കൊണ്ടുപോകുമ്പോ നിന്റെ ദിക്ർ കൂടി ഏറ്റുകൊണ്ടുപോയാണ്. അൽഹംദുലില്ലാഹ്. മനുഷ്യ, മാനവ, നീ ചെയ്ത സർവ്വ പാപങ്ങളും പടച്ച റബ്ബ് പുറത്തു തരുമേ. തീർന്നില്ല, തീർന്നില്ല. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. മഴയില്ല ഉസ്താദേ, വിഷമമാണ്. വെള്ളമില്ല, കിണർ വറ്റിയിരിക്കുന്നു, തടാകങ്ങൾ വറ്റിയിരിക്കുകയാണ്, പ്രയാസമാണെന്ന് പറയുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ഖുർആൻ പറയുകയാണ് യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അനുഗ്രഹത്തിന്റെ പേമാരി പടച്ച റബ്ബ് വർഷിപ്പിക്കുകയാണ്. പ്രളയക്കെടുതിയിലേക്ക് കൊണ്ടുപോകുന്ന മഴയല്ല, അനുഗ്രഹത്തിന്റെ പേമാരി പടച്ച റബ്ബ് നിനക്ക് നൽകുമത്രേ നീ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെന്ന് വിശുദ്ധ ഖുർആൻ.
ഖുർആനാണ് പറയുന്നത്. പിന്നെന്തിനാണ് മടിക്കുന്നത് മുസ്ലിമേ? നിന്റെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടാകട്ടെ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും 70-100 പ്രാവശ്യം വീതം ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി. പാപം പുറത്തു കിട്ടാൻ മാത്രമുള്ളതല്ല ഇസ്തിഗ്ഫാർ. അങ്ങനെയാണെങ്കിൽ മുത്തുനബി ചൊല്ലേണ്ട ആവശ്യമില്ല. ദുനിയാവിലെ നിനക്കുള്ള സർവ്വത്തുകളെ തൊട്ട് തടുക്കാൻ കാരണമാണ്, നിനക്ക് ആഖിറത്തിന്റെ ദറജ ഉയർത്താൻ കാരണമാണ് ഇസ്തിഗ്ഫാർ കൊണ്ട്. നിനക്ക് നല്ല മഴ വർഷിച്ചു തരുമേ. തീർന്നില്ല. വയുംദിദുകും ബിഅംവാൽ, നിനക്ക് അല്ലാഹു സമ്പത്ത് നൽകുമേ എന്ന് വിശുദ്ധ ഖുർആൻ. സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരെ, കടയിൽ കച്ചവടമില്ലാതെ പ്രയാസപ്പെടുന്നവരെ, നോട്ട് നിരോധനം മൂലം കഷ്ടപ്പെടുന്നവരെ, ജോലി ഇതുവരെ സ്ഥിരതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നവരെ ആർക്കും ചൊല്ലാം, എപ്പോഴും ചൊല്ലാം. അശുദ്ധിയുള്ള സമയത്തും പെങ്ങളെ നിനക്ക് ചൊല്ലാം. ദിക്ർ ചൊല്ലുന്നതിന് വിരോധമില്ലല്ലോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉന്നതനായ പടച്ചറബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ ചൊല്ലിയാൽ സമ്പത്ത് അല്ലാഹു നിനക്ക് അധികരിപ്പിക്കുമേ. കടയിൽ കയറാത്ത കസ്റ്റമർ അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഹൃദയം നിന്റെ കടയിലേക്ക് തിരിച്ചിട്ട് കടയിൽ കയറ്റുമേ. നിനക്ക് കച്ചവടം ഉണ്ടാകുമേ. നിന്റെ സമ്പത്ത് അല്ലാഹു വർദ്ധിപ്പിക്കുമേ. തീർന്നില്ല. വബനീൻ, മക്കളില്ലാതെ വിഷമിക്കുന്നവരെ എത്രയെത്ര സഹോദരിമാരാണ് ഫോൺ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നത്, ഉസ്താദേ മക്കളില്ല. സാലിഹീങ്ങളാകുന്ന മക്കൾ വേണോ? ഇസ്തിഗ്ഫാർ ചൊല്ലണേ. നമസ്കാരം നിലനിർത്തിയാൽ മാത്രം പോരാ, നോമ്പ് പിടിച്ചാൽ മാത്രം പോരാ, സകാത്ത് കൊടുത്താൽ മാത്രം പോരാ, ഹജ്ജ് ചെയ്താൽ മാത്രം പോരാ. പാതിരാത്രി സമയത്ത് പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ? തീർച്ചയായിട്ടും സാലിഹീങ്ങളാകുന്ന മക്കളെ അല്ലാഹു നൽകുമേ. മക്കളെ പ്രസവിക്കാൻ തുനിയുന്ന ഉമ്മ, ഗർഭം ധരിച്ചുകൊണ്ട് മക്കളെ വയറ്റിലിട്ടുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ട് സീരിയലടിച്ചായി ടിവിയുടെ മുന്നിൽ അടയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് കിബിലക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് തസ്ബീഹ് എടുത്തുകൊണ്ട് ദിക്ർ ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ എനിക്ക് സാലിഹായ മക്കളെ നൽകണേ അല്ലാ, സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. ഖുർആൻ പറയുകയാണ്, നിനക്ക് മക്കളെ കിട്ടും ഒന്നല്ല, എത്ര മക്കൾ വേണോ? യുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിന്റെ ചൊല്ലലിന് കാരണമായ സമ്പത്തും നിന്റെ ചൊല്ലലിന്റെ ആധിക്യ കാരണമായിട്ട് നിനക്ക് മക്കളെയും അല്ലാഹു നൽകുമേ എന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല. വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാർ. നിനക്ക് ദുനിയാവ് മാത്രമല്ല, നിന്റെ പാപങ്ങൾ പുറത്തു തരൽ മാത്രമല്ല, നല്ല അതിസുന്ദരമായ മഴ വർഷിച്ചു തരൽ മാത്രമല്ല, നിനക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കൽ മാത്രമല്ല, നിനക്ക് സന്താനത്തെ നീട്ടി തരൽ മാത്രമല്ല, നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടിയാൽ ഇത് കഴിയില്ലേ സഹോദര? കടയിലിരിക്കുന്ന സഹോദരെ, കച്ചവടം ചെയ്യുന്ന ചെറുപ്പക്കാരാ, വീടിന്റെ അകത്തളങ്ങൾ വെറുതെ സമയങ്ങൾ ഫേസ്ബുക്കിന്റെ മുഖത്ത് വാട്സാപ്പിന്റെ ലോകത്തേക്ക് തിരിച്ചുവിടുന്നവരെ, ഒരു 10 മിനിറ്റ് അതൊന്ന് മാറ്റിവെച്ചിട്ട് ഈ കിബിലക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് ഒതുവെടുത്തിട്ട് സ്നേഹത്തോടുകൂടി ഖുർആൻ പറഞ്ഞതുപോലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെല്ലണേ. മക്കളെ കിട്ടുമേ, കടം മാറുമേ, സമ്പത്ത് വർദ്ധിക്കുമേ, മഴ വർഷിക്കുമേ. തീർന്നില്ല, പാപങ്ങൾ അഖിലവും പുറത്തു തരുമേ. തീർന്നില്ല. വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാർ. നാളെ പടച്ചറബ് സ്വർഗീയമാകുന്ന ഉദ്വാനം തീർക്കുകയാണ്. സ്വർഗത്തിലെ വീട് പടച്ചറബ് നിനക്ക് വേണ്ടി നൽകുകയാണ്. വയജഅൽ ലക്കും ജന്നത്ത എന്നല്ല ഖുർആൻ പറഞ്ഞത്, ഒരു സ്വർഗത്തിന്റെ ഗേഹമല്ല നൽകുന്നത്. വയജഅൽ ലക്കും ജന്നാത്ത്, സ്വർഗീയമാകുന്ന കൊട്ടാരങ്ങൾ, രമ്യഹർമ്മങ്ങൾ അല്ലാഹു നിനക്ക് പണിത് നൽകുമേ. നീ ഒരു പള്ളി പണിതാൽ നിനക്ക് കിട്ടുന്നത് മൻബന മസ്ജിദൽ ലില്ലാഹി ബനല്ലാ
ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു വീടാണ് എങ്കിൽ നീ പള്ളിയിൽ നിന്നൊരു മിളച്ചത് നീക്കിയാൽ, മൻ ഖറജ മസ്ജിദൻ മിനൽ അദാ, ഒരു പള്ളിയിൽ നിന്നൊരു മിളച്ചത് നീക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു അവനൊരു കൊട്ടാരം അല്ലാഹു നൽകുമെന്ന് അല്ലാഹു പറഞ്ഞാൽ, പക്ഷേ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവന് കിട്ടുന്ന നേട്ടമോ ഒരു കൊട്ടാരമല്ല അല്ലാഹു നൽകുന്നത്, ഒരു റൂമല്ല പടച്ച റബ്ബ് കൊടുക്കുന്നത്. വയജഅൽ ലക്കും ജന്നാത്ത്, ധാരാളം രമ്യഹറമങ്ങൾ, ധാരാളം കൊട്ടാരങ്ങൾ അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ട് പഠിച്ചു വെച്ച ദിക്ർ മറക്കാതെ ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നമുക്ക് പറ്റിയ തെറ്റെന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, ഇന്ന് സുന്നികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്തെന്നറിയുമോ? നമുക്ക് പരിചിതമായ അസ്തഗ്ഫിറുല്ലാഹ് വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ട, സ്വലാത്ത് നമുക്ക് വേണ്ട. ഇതൊന്നും കേട്ടുകേൾവിയുള്ള ദിക്റല്ലയോ? ഇതൊന്നും അല്ലാത്ത മറ്റേതെങ്കിലും നാവുളുക്കുന്ന ദിക്ർ കിട്ടിയാൽ സാന്ത്വനപ്പെടുന്ന മനുഷ്യ മാനവാ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഈ ദിക്റുകളെല്ലാം മറ്റൊരു ദിക്റില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ ലോകത്തൊരു ദിക്റില്ല. ഇന്നും ഒരു അവിശ്വാസി കടന്നു വന്നുകൊണ്ട് വിശ്വാസം പുൽകണമെന്ന് പറഞ്ഞാൽ അവന് പറഞ്ഞു കൊടുക്കുന്ന ദിക്ർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കവച്ചു വെക്കാൻ ഒരു ദിക്റില്ല. അതുകൊണ്ടല്ലേ മൂസ എന്ന പ്രവാചകൻ പോലും അള്ളാഹുവിന്റെ റസൂലിൻ അള്ളാഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നത്, പടച്ച റബ്ബേ, ഈ തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് നിന്നോട് ചോദിക്കുന്ന അല്ലാ, എനിക്ക് മാത്രമായ ഒരു ദിക്ർ നൽകണേ അല്ലാ. പടച്ച റബ്ബ് മൂസാ നബിയോട് കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു മൂസ. അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുന്നു, അള്ളാഹുവേ, ഇതെല്ലാവരും ചൊല്ലുന്ന ദിക്റല്ലയോ? നമ്മുടെ മനസ്സിൽ ശങ്കയുള്ളതുപോലെ മൂസാ നബി ചോദിക്കുന്ന, പടച്ച റബ്ബേ, ഇത് സർവർക്കും കൊടുത്ത ദിക്റല്ലയോ? എനിക്ക് മാത്രമായ ഖാസായ ഒരു ദിക്ർ നൽകണേ അല്ലാ. അള്ളാഹു പറഞ്ഞത്, മൂസാ നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കവച്ചു വെക്കാൻ ഒരൊറ്റ ദിക്റുമില്ല, ഒരൊറ്റ ദിക്ർ കൊണ്ടും സാധ്യമല്ല. നമസ്കാരം കഴിഞ്ഞൊരു 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇമാമ ചൊല്ലിത്തന്നിട്ട് മടിയൊക്കുന്ന മുസ്ലിമീങ്ങളെ, ഇനി എപ്പോ ചൊല്ലാനാണ്? നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ ജനാദ തോളിലെത്തിയിട്ട് നാട്ടുകാരെ ചൊല്ലാനുള്ളതല്ലടാ. അത് ചൊല്ലിക്കോ, അത് ചൊല്ലിക്കോ. അതിനെ കുറിച്ചല്ല പറയുന്നത്. മരിച്ച് നിന്റെ ജീവിതത്തിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നിനക്ക് വേണ്ടി 70,000 തഹ്ലീൽ ചൊല്ലി ദിക്ർ ഒതുക്കലല്ല. നീ സ്വന്തമായിട്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 എനിക്കെന്റെ മരണത്തിന് മുമ്പ് ചൊല്ലി തീർക്കണമെന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞ മുത്തഅല്ലിമീങ്ങൾ, നാട്ടിലുള്ള സച്ചരിതരാകുന്ന ആളുകൾ സ്വന്തം മക്കളെ പണം വാരിയെറിഞ്ഞിട്ട് ആലിമീങ്ങളെ കൊണ്ടുവന്ന് ദിക്ർ ചൊല്ലിക്കുമ്പോ അതിനല്ലടോ ശ്രേഷ്ഠത കൂടുതൽ. അത് വേണ്ട എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിനേക്കാൾ നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് നീ ചൊല്ലിയതാകുന്ന ദിക്ർ, നീ ഓതിയ ഖുർആൻ, നിന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി കബറിലക്കടക്കം ആരുടെ തുണയും വേണ്ട. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് പോകണം, നല്ല രീതിയിൽ പോകണമെന്ന് ചിന്തിക്കുന്ന ആലിമീങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയില്ലയോ? തഴവാ ഉസ്താദിനെ പരിചയമില്ലയോ? തഴവാ ഉസ്താദിനെ പരിചയമില്ലയോ? പഠിച്ചു വെക്കണേ മുസ്ലിമേ, പഠിച്ചു വെക്കണേ. നമുക്ക് മാതൃക അങ്ങനെ അമേരിക്കയിൽ പോകണ്ട, ജോർജ് ബുഷിന്റെ കഥ നമ്മൾ കേൾക്കണ്ട. കരുനാഗപ്പള്ളിയിലുള്ള തഴവാ ഉസ്താദിനെ പരിചയമില്ലയോ? അദ്ദേഹത്തിന്റെ കൂട്ടുകാർ റഈസുൽ ഉലമയെ ശിഹാബുദ്ദീൻ ഉസ്താദിനെ പരിചയമില്ലയോ? എത്ര മഹത്തുക്കളാണ്, എത്ര മഹത്തുക്കളാണ്. അവരുടെ ഉസ്താദുമാർ ഏത് രീതിയിലായിരുന്നു, അതേ രീതിയിൽ തന്നെ ഈ ലോകത്ത് ജീവിച്ച് വഴി നടത്തിയവരല്ലയോ? ആനമക്കാട് ബഹുമാനപ്പെട്ട ഉസ്താദ്, തഴവാ ഉസ്താദിന്റെ ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമാക്കപ്പെട്ടതായ കായംകുളം ഹസനിയയിൽ ഇൽമു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, ശിഷ്യന്മാരെ, എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യന്റെ മരണമെന്നറിയുമോ? ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ഇബ്രാഹിം ഉസ്താദ് എന്ന് പറയുന്ന തഴവാ ഉസ്താദ് അടക്കമുള്ള സമുന്നതരായ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് സ്വാലിഹായ വ്യക്തി മരണപ്പെടുകയെന്നറിയുമോ? കൂട്ടുകാരെ പോലെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചോദിക്കുമ്പോ ശിഷ്യന്മാര് പറയുന്ന, കാണാൻ ആഗ്രഹമുണ്ടോ ഉസ്താദേ? നേരെ എഴുന്നേറ്റ് പോകുന്നു, ദറസ് നിർത്തി ഒതുവെടുക്കുന്നു, ഹൗലങ്കരയിൽ നിന്ന് നേരെ വന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. വലതുവശം കിബിലക്കവുമായി കടന്നുകൊണ്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കായംകുളം ഹസനി അറബി കോളേജിൽ പള്ളിയുടെ മുമ്പത്ത് 1-ാമത്തെ സഫിൽ കടന്നുകൊണ്ട് ശിഷ്യ
ശിഷ്യന്മാരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാ. ഇത് സിനിമാ തിയേറ്ററിൽ കയ്യടി വാങ്ങാൻ വേണ്ടി സിനിമകള് കോലം കെട്ടിക്കുന്ന പരിപാടിയല്ല, ഇത് അഭിനയിച്ച് കാണിച്ചതാണോ? ശിഷ്യന്മാര് നോക്കി നിൽക്കുകയാണ്. അനക്കമില്ല ഉസ്താദിന്. പോയി നോക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണപ്പെട്ടു പോയി, ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി. ഉസ്താദ് ജനാസ കാണിച്ചു കൊടുക്കുകയാണ്. മരിച്ചവന്റെ എങ്ങനെയാണ് മരിക്കേണ്ടത്, സ്വാലിഹായ വ്യക്തിയുടെ മരണം എങ്ങനെയായിരിക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ശിഷ്യന്മാർക്ക്. ഇത്തരത്തിലുള്ള മഹത്തുക്കൾ ജീവിച്ചു പോയ നാടാണ് നമ്മുടെ നാട്. അദ്ദേഹത്തിന്റെ ശിഷ്യനല്ലയോ തഴവാ ഉസ്താദ്? അവരുടെ ചാരത്തല്ലയോ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ് സ്ഥിരമായി കടന്നുവരര്? രണ്ടുപേരും പരസ്പരം വലിയ ബന്ധമാണ്, സ്നേഹമാണ്, പരസ്പരം സ്നേഹമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്താണ്. മക്കളെ ആലിമീങ്ങളുണ്ട്, പക്ഷേ എന്നിട്ടും പരസ്പരമുള്ള വസിയത്ത്. ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നീ എൻ്റെ മയ്യത്ത് നിസ്കരിക്കണം, നീയാണ് മയ്യത്ത് മരിക്കുന്നത് എങ്കിൽ ഞാൻ നിന്റെ മയ്യത്ത് നിസ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്തവരല്ലേ ഇന്ന് കേരളക്കരയിൽ? എത്രയോ സംഘടനകളുണ്ട്. ഒരു സംഘടനയ്ക്ക് പോലും മോശപ്പെട്ട വർത്തമാനം പറയാൻ തഴവാ ഉസ്താദോ റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദോ ഇടം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണേ, മനസ്സിലാക്കണേ. വളരെ സുന്ദരമായ ജീവിതം. അവസാനം മരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഖബർ നിർമ്മിച്ച് ആ ഖബറിലേക്ക് വന്നിരുന്നു കൊണ്ട് കുശുദ്ധമായ ഖുർആൻ ഓതി ആ ഖബർ നിർമ്മിക്കാൻ വേണ്ടിയുള്ള സ്രാവിന്റെ കല്ലെടുത്തിട്ട് മെത്തിലെടുത്തിട്ട് 11 ഖുൽ ഹുവല്ലാഹു വീതം ഓതി ഓരോ മെത്തിലും മാറ്റിയിട്ടുകൊണ്ട് ഖബർ തീർത്ത മഹാൻ സ്വന്തം ഭാര്യയാകുന്ന സൈനബയോട് പോലും പറയുന്നു, സൈനബ, നിന്റെ ഖബർ തീർക്കണമെങ്കിൽ നീയും സ്രാവ് വാർക്കണേ, അതിനുവേണ്ടി നീ മെത്തിലെടുക്കണേ, ഇറക്കിത്തരാം, പൈസ ഞാൻ ഇറക്കിത്തരാം, പക്ഷെ ആ മെത്തിലിന് വേണ്ടിയുള്ള ഖുൽ ഹുവല്ലാഹു നീ ഓതി തീർക്കണേ. മുസ്ലിമേ, മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് നമുക്ക് ഖബർ തീർക്കാൻ പറ്റുമോ? ആരാണടാ നിന്റെ മയ്യത്ത് ചുമക്കുക? കള്ളുകുടിയനാണ്, വിഭജിക്കുന്നവനാണോ? ആരാണടാ നിന്റെ ഖബറിന്റെ സമീപത്ത് വരിക? ആരുടെ ഓത്താനടാ സ്വീകരിക്കപ്പെടുക? ഖുർആൻ ഓതാൻ അറിയുന്നവനല്ലയോ? ദിക്ർ ചൊല്ലാൻ അറിയുന്നവനല്ലയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയമില്ലയോ? സലാത്തുകൾ പരിചിതമില്ലയോ? എന്തേ മുസ്ലിമേ, നമുക്കൊന്ന് ചൊല്ലിയാൽ നിയ്യത്ത് വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. അടുത്ത വർഷം മുമ്പെങ്കിലും ഒരു 10 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് ചൊല്ലണമെന്നുള്ള നിയ്യത്ത്. 2019 വിട പറയുമ്പോ എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനൊരു 10 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, ഞാനൊരു സ്വലാത്തിന്റെ വക്താവാകും, ഞാൻ മുത്തുനബിയുടെ തിരുസുന്നത്ത് മുറുകെ പിടിക്കുമെന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ചൊല്ലി നീ അടുക്കണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലി ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കണേ. 10 ലക്ഷമോ അസാധ്യമല്ലേ ഉസ്താദേ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അല്ലാഹു നിന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമേ, പടച്ച റബ്ബ് ജീവിതത്തിൽ ബറക്കത്ത് നൽകുമേ. 53 വർഷമാണ് ഷാഫി ഇമാം ജീവിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും ഖുർആൻ ഖത്മ തീർത്തിരുന്നവരല്ലയോ? അബൂ ഹനീഫ ഇമാമും ഖത്മ തീർത്തവരുന്നവരല്ലയോ? എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ ഖത്മ തീർത്ത മഹത്തുക്കളല്ലയോ? റമളാനിൽ 2 ഖത്മുകൾ ഡെയിലി തീർത്തിരുന്നവരല്ലയോ? 53 കൊല്ലം കൊണ്ട് എത്ര ഖത്മാണ് തീർന്നിട്ടുള്ളത്? ഒരു ദിവസം ഒരു ഖത്തം. ചിന്തിക്കണേ സഹോദര. 53 കൊല്ലം ഈ ലോകത്ത് ജീവിച്ച ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ പടച്ച റബ്ബ് ബറക്കത്ത് കൊടുത്തില്ലയോ? നമുക്കൊരു യാസീൻ ഓതാനുള്ള സമയമില്ല എന്ന് പറയുന്ന മുസ്ലിം സഹോദരി, ഇതാവക്കത്ത് ഓതാ സമയം കിട്ടിയില്ല ഭർത്താവ് എന്ന് പറയുന്ന പെങ്ങളെ, തബാറക്ക് മുൽക്കോതാ സമയം കിട്ടിയില്ല എന്ന് പറയുന്ന പെങ്ങളെ, ളുഹറവിടെ അസറവിടെ കല്യാണ പന്തൽ പോയിരുന്നു കൊണ്ട് സിനിമാ പാട്ടുകൾ ആസ്വദിച്ച് ടിക്ടോക്കിന്റെ ആഹകർ കടന്നു വരുമ്പോ അവരോടൊപ്പം തുള്ളിക്കളിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, എങ്ങനെയാണ് ആക്കിബത്ത് നന്നാവുക? ഏത് രീതിയിലാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുക? അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, നിന്റെ അവസാന സമയമെത്തുന്നതിന് മുമ്പ് നീ ഒന്ന് കണക്കെടുക്കണേ, കണക്കെടുക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അധ്യാപനം ചെവിക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരു നാനാൻമുഖ മേഖലയിൽ നന്മ ഉണ്ടാക്കാൻ പരിശ്രമിക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞ വാക്കാണ്, സൈനുഹാ ഖബല അൻ തുസനൂ. നിന്റെ നന്മകൾ നിന്നെ നാളെ ആഖിറത്തിൽ ത്രാസിലിട്ട് തൂക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നന്മ തിന്മകളെ തൂക്കണേ, നീ ഒന്ന് തൂക്കി നോക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ നമ്മൾ ശ്രദ്ധ വെക്കുന്നുണ്ടോ? ഇസ്തിഗ്ഫാർ ശ്രദ്ധിക്കുന്നുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം
ശ്രേഷ്ഠതയുള്ള ദിക്റല്ലയോ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു നൂഹിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, കള്ളു കുടിച്ചവരെ, ലഹരി നുണഞ്ഞവരെ, വ്യഭിചരിച്ചവരെ, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവരെ, തെറ്റുകൾ വ്യാപൃതരായി കഴിഞ്ഞുകൂടിയ സമൂഹമേ, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്യണേ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിയാൽ, ഇന്നഹു കാന ഗഫാറാ, അല്ലാഹു സർവ്വ പാപങ്ങൾ അഖിലവും പുറത്തു തരുന്നവനാണ്. നമുക്ക് മുമ്പോട്ടൊരു നടത്തമുണ്ടാകുമ്പോ, മുമ്പോട്ടൊരു ചുവട്ടടി കാല് വെക്കുമ്പോ പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണേ. ഇത് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്, ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ച വാക്കാണ്. നീ പോയ വഴി, നീ നടന്ന വഴി, നീ തിരിഞ്ഞു നടന്ന വഴി, നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ നിഖില മേഖലകളും ഒന്ന് തിരിഞ്ഞു നോക്കണേ, തിരിഞ്ഞു നോക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയുകയില്ലയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി സമയത്ത് സർവരും നിദ്രയിലേക്ക് ഭവിക്കുമ്പോ ചാട്ടവാറടിത്തുണ്ട് സ്വന്തം ശരീരത്തിൽ ആഞ്ഞടിക്കുകയാണ്, സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ്, അങ്ങകലെ ലജ്നാൻ പർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് നിന്റെ ഉപ്പയാകുന്ന ഖത്താബ് നിന്നെ ഇതാ ഒട്ടകത്തെ മേക്കാൻ പറഞ്ഞയച്ച സംഭവം നിനക്ക് ഓർമ്മയില്ലയോ? അന്ന് ഒട്ടകത്തിന്റെ വയറ് നിറയാത്തതിന്റെ പേരിൽ നിന്നെ ചാട്ടവാറ് കൊണ്ട് നിന്റെ ഖത്താബ് അടിച്ചത് ഓർമ്മയില്ലയോ? ഖത്താബിന്റെ മകനെ സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യുകയാണ്. ഖത്താബിന്റെ മകനെ, നീ നമസ്കരിക്കുന്നുണ്ടോടാ? നീ കള്ളു കുടിക്കാൻ താല്പര്യമുണ്ടോടാ? വ്യഭിചരിക്കാൻ താല്പര്യമുണ്ടോടാ? പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കാൻ താല്പര്യമുണ്ടോടാ? ഒന്നും ചെയ്തിട്ടല്ല, എന്നിട്ട് പോലും സ്വന്തം ശരീരത്തെ മെരുക്കിയെടുക്കുകയാണ്, മെരുക്കിയെടുക്കുകയാ ഉമർ ഇബ്നുൽ ഖത്താബ്. രാവിലെ സുബഹി നമസ്കരിച്ചിട്ട് ജനങ്ങളെ വിളിക്കുകയാണ്, യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളെ, സർവരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ സമൂഹമേ, സമൂഹമേ, ഹസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി പടച്ച റബ്ബിന്റെ ദർബാറിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒന്ന് സ്വയമായിട്ടൊന്ന് വിചാരണ നടത്തണേ. ഹസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. പടച്ച റബ്ബിന്റെ കോടതി എത്തുന്നതിന് മുമ്പ് സ്വയമായിട്ടൊന്ന് വിചാരണ നടത്തണേ. വള്ളിത്തുണ്ടിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, സഹോദരിമാരോട് കുമ്മനം ഉസ്താദിനെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, 2018 വിട പറയുമ്പോ ഒന്ന് സ്വയം ഒന്ന് ഹിസാബ് നടത്തണേ. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് മദീനയിലെ മിമ്പറിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞ വാക്യം ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ സ്വന്തം ശരീരത്തിന് ഒന്ന് മരിക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളും ഒന്ന് ലക്ഷ്യം വെക്കണേ. അത് ഭക്ഷണം കഴിക്കലിലല്ല, അത് ഭക്ഷണം കഴിച്ചിട്ട് കുറവ് വരുത്തലിലല്ല, അതേതെങ്കിലും കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഉപയുക്തമാകുന്ന രീതിയിലുള്ള ഭക്ഷണത്തിന്റെ കുറവ് വരുത്തിയിട്ട് ശരീരത്തെ മരിക്കലല്ല, മറിച്ച് നിന്റെ ശരീരത്തെ മരിക്കേണ്ടത് സ്വയം ഒന്ന് വിചാരണ കിടത്തിയിട്ടാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. സ്വയം കുറ്റപ്പെടുത്തുന്ന മനുഷ്യന്റെ മനസ്സിനെ തന്നെയാണ് സത്യമെന്ന് ഖുർആൻ
പറഞ്ഞ സത്യത്തെ മുൻനിർത്തി സ്വയം ഒന്ന് കുറ്റപ്പെടുത്ത്. നിന്റെ നമസ്കാരത്തെ പറ്റി, നിന്റെ നോമ്പിനെ പറ്റി, കഴിഞ്ഞ റമദാനിൽ വീട്ടുവിടാനുള്ള നോമ്പ് സഹോദരിമാർക്കില്ലയോ, ഉമ്മമാർക്കില്ലയോ? സക്കാത്ത് കൊടുത്തു വീട്ടാം, റമദാനിന് മുമ്പ് കൊടുത്തു വീട്ടാമെന്ന് കരുതിയ എത്രയോ സക്കാത്തുകൾ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞില്ലയോ? സക്കാത്ത് കൊടുത്തു വീട്ടണ്ടയോ സഹോദരാ? ആ സക്കാത്തിന്റെ വിഷയത്തിലൊന്ന് വിചാരണ നടത്ത്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റാൻ നീ ഒന്ന് വിചാരണ നടത്തണേ. അവനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുടുംബത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയൽവാസികളുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാട്ടുകാരുമായിട്ടുള്ള കടമകൾ, കടപ്പാടുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാവ്, എനിക്ക് ഈ ലോകം പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ രക്ഷിതാക്കൾ, അവരോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ? എനിക്ക് അലിഫിന്റെ ആദ്യാക്ഷരം കുറിച്ചു തന്ന എന്റെ ഉസ്താദിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ? കുട്ടികളോട് കരുണയോടുകൂടി വർത്തിക്കുന്നുണ്ടോ? ഒന്ന് വിചാരണ നടത്തണേ, നടത്തണേ. വസൈനുഹാ ഖബല തുസനൂ, ഖബല തുസനൂ. നാളെ പടച്ചറബിന്റെ ദർബാറിൽ ത്രാസിലേക്ക് നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് നിന്റെ നന്മകൾ അധികരിക്കുമോ? അതിന് മുമ്പായിട്ട് ഈ ദുനിയാവിൽ തന്നെ നിന്റെ നന്മതിന്മകളെ ഒന്ന് തൂക്കി നോക്കണേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നാളെയുടെ അവസ്ഥയ്ക്ക് മുമ്പ് ഇന്ന് തന്നെ ഒന്ന് തൂക്കി നോക്ക്. നമ്മളിൽ എത്ര ആളുകൾ നന്മ ചെയ്യുന്നുണ്ട്? നിസ്കാരം ശരിയാണോ? നോമ്പ് ശരിയാണോ? സക്കാത്ത് ശരിയാണോ? ഹജ്ജ് ശരിയാണോ? ഇതുവരെയുള്ള പോക്ക് ശരിയാണോ? അല്ല എന്നായിരിക്കും 99%. എന്നാൽ ഇനി മാറ്റണം, മാറ്റിയേ പറ്റൂ. കാരണം തീരാൻ പോവാൻ, എല്ലാം അവസാനിക്കാൻ പോവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ് സആ, ലോകം അവസാനിക്കുകയില്ല സഹാബ, ഹത്താ യതഖാറബസ് സമാൻ, കാലഘട്ടം ഇതാ അടുക്കുകയാണ്, കാലം ചുരുങ്ങുകയാണ്. ഒരു വർഷം ഒരു മാസമായി, ഒരു മാസം ഒരാഴ്ചയായി, ഒരാഴ്ച ഒരു ദിവസമായി, ഒരു ദിവസം ഒരു മണിക്കൂറായി, ഒരു മണിക്കൂർ ഒരു മിനിറ്റായി, ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി മാറുന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ ഹബീബായ റസൂലുള്ളാഹി. ആ ഒരവസ്ഥയിലേക്ക് എത്തിയില്ലയോ? ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് അധിക സമയമില്ല. ഒരു മാസം എന്ത് പെട്ടെന്നാണ്, ഒരു കൊല്ലം എന്ത് പെട്ടെന്ന് പോയി. 2018 ഇതാ വിട പറഞ്ഞു പോയി. ഇനി നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരൂല ഈ ദിവസം. ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ട് പറയുമേ, ലന്നറജിയബയിലേക്കുമല്ലോ, നിനക്കിതാ ഒരു പുതിയ ദിവസമാണ് ഞാനിതാ പുതിയ ദിവസമാണ്. വലൻ അർജിയ ഇലൈക ബഅദല്ലഹും, ഈ ദിവസം കഴിഞ്ഞ് ഇന്നത്തെ മഗ്രിബോടുകൂടി ഇനി ഒരിക്കലും നിന്നിലേക്ക് തിരിച്ചു വരാത്ത ദിവസമാണ്. അതുകൊണ്ട് അമൽ ചെയ്യണേ, അമൽ ചെയ്യണേ എന്ന് നിന്നോട് ദിവസങ്ങൾ വന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് മുജാഹിദ് റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും ദിവസം വന്ന് പറയും നമ്മളോട്, ഇതൊരു പുതിയ ദിവസം, ഹദാ യൗമുൻ ജദീദ്, ഇതൊരു പുതിയ ദിവസമാണ് കേട്ടോ. വലൻ അർജിയ ഇലൈക ബഅദല്ലഹും, ഈ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിന്നിലേക്ക് മടങ്ങി വരൂല. ശരിയല്ലേ? ഇന്നത്തെ ദിവസം, ഈ ഡേറ്റ്, ഇന്നത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്കൻഡുകൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി വരൂല. വേറെ എന്തും മടങ്ങി വരും, വേറെ എന്തും കിട്ടും. നിന്റെ കയ്യിൽ നിന്നൊരു 10 രൂപ പോയി, അത് പിരിവിട്ടെടുക്കാം. നിന്റെ കയ്യിൽ നിന്ന് 2-3 ലക്ഷം രൂപ പോയി, അത് നമുക്ക് യാചിച്ചെങ്ങനെങ്കിലും വാങ്ങിച്ചൊക്കെ എടുക്കാം. ഒക്കെ തിരിച്ചു കിട്ടുന്ന സംഭവങ്ങളാണ്. പ്രളയത്തിൽ വീടൊലിച്ചു പോയി, വേറെ കെട്ടാം, അതൊന്നും വിഷയമല്ല. പക്ഷെ നിന്റെ സാഅത്ത്, നിന്റെ വിലപ്പെട്ട സമയം പോയാൽ വല്ലാഹി തിരിച്ചെടുക്കാൻ പറ്റൂല, തിരിച്ചെടുക്കാൻ പറ്റൂല. അതാദ്യം മനസ്സിലാക്ക്. നിന്റെ ആയുസ് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ബർത്ത്ഡേ ആഘോഷിച്ച് കേക്ക് എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ചെറിയിൽ വെച്ച് ഒട്ടിക്കുമ്പോൾ ചിന്തിച്ചോ, ബർത്ത്ഡേ ആഘോഷിക്കല്ല വേണ്ടത്, ബർത്ത്ഡേ ഓർത്തിട്ട് നമ്മൾ കരയണം. എന്തുകൊണ്ട് ഇനി പടച്ചറബേ അടുത്ത കൊല്ലം എനിക്കൊന്ന് ഏകുമോ, എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കുറയുകയാണെന്നുള്ള ചിന്ത വേണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ കേക്ക് പറിച്ചിട്ട് പ്ലം കേക്കൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ചാനലിൽ തന്നെ വന്നൊരു വീഡിയോ എനിക്കൊരു സുഹൃത്ത് കാണിച്ചു തന്നു. എറണാകുളത്ത് തന്നെയാണ്. അത് കള്ളിങ്ങനെ ഒഴിക്കുക, കള്ളും വീഞ്ഞും കൂടെ ഇങ്ങനെ എല്ലാവരും കൂടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കള്ളും വീഞ്ഞും കൂടെ ഇങ്ങനെ ഒഴിക്കുക. പ്ലം കേക്ക് നല്ല ടേസ്റ്റാണ്, റാഹയായിട്ട് നല്ല ഫുഡൊക്കെ അടിച്ച് അത് നല്ല മത്തിക്കറിയായിട്ട് അടിച്ചാൽ മതി. അല്ലാഹു കാക്കട്ടെ. ഈ പ്ലം കേക്ക് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ കിടന്ന് വെള്ളം ഉണ്ടാക്കുമ്പോൾ
പോയി വാങ്ങിച്ചുകൊണ്ട് വരിക. എന്താണ് അതിനകത്ത് നല്ല കള്ളും വീഞ്ഞും കൂടി ഇങ്ങനെ ഒഴിക്കുക. ഒരു 10, 30, 50 പേരിങ്ങനെ നിലനിൽപ്പുണ്ട്. ന്യൂസിൽ വന്ന വാർത്തയാണ്, അല്ല ഞാൻ ഉണ്ടാക്കി പറയല്ല, ന്യൂസിൽ വന്ന വാർത്ത. അതല്ലേ ന്യൂസ് ചാനലിൽ വരെ പറഞ്ഞത്. ഇവിടെ ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് കള്ളും വീഞ്ഞും കൂടെ കുഴച്ചാണ് എന്തുണ്ട് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല സ്ഥലത്ത് നമുക്കറിയാവുന്ന നല്ല ആളുകളുടെ പോകാവുള്ളൂ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്തിനീ ആവശ്യമില്ലാത്ത സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പഠിക്കുന്നത്? കള്ളും വീഞ്ഞും അതിനുള്ളിൽ ചേർന്നിട്ടുണ്ട്. പോയില്ലേ? അറിയില്ലേ? അലി റളിയല്ലാഹു തആലാവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആട് മാംസം വെച്ചു. കഴിക്കുന്നില്ല. എന്താ, ആട്ടിറച്ചി ഇഷ്ടമല്ലേ? ആടൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ആട്ടിറച്ചി ഞാൻ ഇപ്പം കഴിക്കാറില്ല. എന്താ കഴിക്കാത്തത്? നബിക്ക് ഇഷ്ടമല്ലേ ആട്, നിങ്ങളെന്താ കഴിക്കാത്തത്? അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മരുമകനല്ലേ? അലി റളിയല്ലാഹു തആല കഴിക്കുന്നില്ല. അലി റളിയല്ലാഹു തആല പറയുകയാണ്, എനിക്ക് കഴിക്കാൻ പറ്റൂല. കാരണം മദീനയിൽ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കള്ളിന്റെ വീപ്പ് ഏതോ ഒരു പുൽമേടയിലേക്ക് മറിഞ്ഞു. ആ പുല്ലത് കുടിച്ചു. ആ പുല്ല് വന്നുകൊണ്ട് ഏതോ ഒരു ആട്ടിൻപറ്റം തിന്നിട്ടുണ്ട്. ഞാൻ കഴിക്കുന്ന ആട് ഒരു പക്ഷേ ആ ആടാകുമോ എന്ന് ചിന്തിച്ച് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ കഴിക്കാതിരിക്കുകയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ല? മദീനയിൽ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു പുല്ലിൻ്റെ പുറത്ത്, ഏതാന്ന് പോലും അറിയില്ല, ആരാണ്ട് പറഞ്ഞ് അവിടെ കണ്ട് മദീനയിൽ ഏതോ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നത്, കള്ളിൻ്റെ ഒരു വീപ്പ് മറിഞ്ഞ്, കള്ള് അതിങ്ങനെ മറിഞ്ഞങ്ങ് വീണിട്ട് ആ പുല്ല് അതങ്ങ് കുടിച്ചു. ഭൂമി കുടിക്കുകയാണ്, പുല്ല് മുകളിൽ നിൽപ്പുണ്ട്. ആ പുല്ല് ഏതാനും ചില ആട്ടിൻപറ്റം, ആടുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ആ ഭാഗത്ത് വന്നിട്ട് ആ പുല്ല് തിന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് പോയിട്ടുണ്ട്? ഇതിൻ്റെ അംശം പോയിട്ടുണ്ട് എന്ന് ആരാണ്ട് പറഞ്ഞ്. അതുകൊണ്ട് ആടല്ല ജീവിതത്തിൽ പിന്നെ മരണം വരെ പിന്നെ ആട്ടിറച്ചി കഴിക്കൂല. എനിക്ക് വേണ്ട, ആട്ടിറച്ചി വേണ്ട. കാരണം ഒരു പക്ഷേ ആ ആടോ അതിൻ്റെ വർഗത്തിൽപ്പെട്ടതോ ആണെങ്കിലോ സൂക്ഷ്മത. നമ്മളാണെങ്കിൽ യാ അല്ലാഹ് എവിടെയാ അത് കിട്ടുന്ന ആട്, അങ്ങോട്ട് പോയേക്കാം, ബിസ്മില്ലാഹിർ റഹ്മാൻ, അങ്ങോട്ട് പോയിട്ട് ആ ആട് തന്നെ വാങ്ങിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂപ്പ് വെച്ചിട്ട് കുഴിമന്തി, യാ അല്ലാഹ് മട്ടൻ നമ്മൾ തന്നെ അടിക്കും അല്ലേ? നമ്മുടെ അവസ്ഥ അതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാണ് അവരുടെ നമ്മുടെ ഈമാൻ. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരെ അങ്ങോട്ട് പോകും. എവിടെയാണ് ആ ആട് എവിടെ കിട്ടുന്നു? അത് നല്ല കറങ്ങി നിൽപ്പുണ്ടാവുമല്ലോ. ആ ഇവനാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ആ ആടിനെ പിടിച്ച് അല്ലാഹ് വിസ്മില്ല. കാരണം സൂക്ഷ്മത. അലി റളിയല്ലാഹു അൻഹു സൂക്ഷ്മത വിഷയത്തിൽ വെല്ലാനാരുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിനെ ശത്രുവിനെ അടിച്ച് നിലത്തിട്ടിട്ട് അവന്റെ കഴുത്തിൽ കയറി എന്നുകൊണ്ട് കഴുത്തിങ്ങനെ അറക്കാൻ വേണ്ടി തുനിയ ഉടനെ ശത്രു തുപ്പങ്ങോട്ട് കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു മുഖത്ത് ചാടി കൊണ്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, പൊയ്ക്കോടാ, എന്നിട്ട് ഓടി പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവന് വട്ടായ അവനോടെ ഓടി പോകുന്ന വഴിക്ക് വേറെ ആളെ വെട്ടുകൊണ്ടവൻ മരിച്ചു. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിനക്ക് ആ കൂലി കിട്ടുമായിരുന്നല്ലോ, നീ എന്താ അങ്ങനെ വെട്ട് കളഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഞാനവനെ നിലത്തടിച്ചിടാൻ തന്നെ കുറേ ടൈം എടുത്തു. അവനെ അടിച്ച് നിലത്തിട്ട് അവൻ്റെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കടാര കൊണ്ട് കുത്താൻ തുനിഞ്ഞപ്പോൾ അവൻ എൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ആ സമയത്തെങ്ങാനും ഞാനൊന്ന് കുത്തിയാൽ ആ കുത്തുന്നത് എൻ്റെ മുഖത്ത് തുപ്പിയതിനോടുള്ള ദേഷ്യം കൂടി ചേർത്താണ് എങ്കിൽ വല്ലാഹി നാളെ തൗഹീദിന്റെ വിഷയത്തിൽ ഞാൻ പടച്ച റബ്ബിനോട് കാരണം ബോധിപ്പിക്കേണ്ടി വരും. ഞാനും അവനുമായുള്ള വിഷയം എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വിഷയത്തിലാണ്, അല്ലാതെ മുഖത്ത് തുപ്പിയതിന്റെ വിഷയത്തിലല്ല. എൻ്റെ മുഖത്ത് തുപ്പിയതിന്റെ പേരിൽ ഒരൽപ്പം ദേഷ്യം കൂടുതലെടുത്ത് ഞാനൊന്ന് കുത്തിപ്പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ വിചാരണ നേടേണ്ടി വരുമേ എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷ്മതയുടെ ഭാവം പഠിപ്പിച്ചതാകുന്ന അലി റളിയല്ലാഹു അൻഹു. നമ്മളാണെങ്കിലും ഹയവാനെ നീ തുപ്പുവടാ, വരിഞ്ഞങ്ങോട്ട് വെക്കും ബിസ്മില്ലാഹി അവൻ്റെ മുഖത്ത് അല്ലേ? നമ്മളവരും തമ്മിലുള്ള ഈമാൻ ശ്രദ്ധിച്ചു നോക്ക്. ശത്രുവാണ്, അങ്ങനെ ചെയ്താലും തെറ്റില്ല. കാരണം എന്താ? പോർക്കളത്തിന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അവനാ പല അടവും പ്രയോഗിക്കും, മണ്ണ് വാരി എറിയും, തുപ്പും, പല പരിപാടിയും ചെയ്യും, മൂത്രമൊഴിക്കും ഒക്കെ അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, പ്രതികരണം ഉണ്ടാവും. പക്ഷെ ഈ തുപ്പിയതിൻ്റെ ദേഷ്യത്തിലെങ്ങാണ് ഞാൻ ഒരല്പം, ഒരു ഇഞ്ച്, ഒരല്പം ഞാൻ അങ്ങോട്ട് മുറിവൽപ്പം കൂടിപ്പോയാൽ അള്ളാൻ്റെ കോടതിയിൽ എന്നെ വെറുതെ വിടുമോ, എന്നെ പിടിക്കൂലേ, അതോർത്തിട്ടാണ് ഞാൻ അവനെ വിട്ടത് എന്ന് അലി റളിയല്ലാഹു അൻഹു. അതൊക്കെയാണ് സൂക്ഷ്മത. നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ സൂക്ഷ്മത? അതുകൊണ്ട് തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ.
സ്വയമായി ഒന്ന് വിചാരണ നടത്തണേ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലുമ്പോ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുന്നതിന് മുമ്പ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ്, നിന്റെ നമസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ അമലുകൾ, നിന്റെ സക്കാത്ത്, നിന്റെ സുഹൃതങ്ങൾ മുഴുവനും നന്മയുടെ തുലാസിലിട്ടുകൊണ്ട് നീയൊന്ന് തൂക്കി നോക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു